ഹലോ, അതെ, അയാള് എന്നെ കുഞ്ഞിനെ കൊല്ലാൻ പോണു. നീ വേഗം വാ, എന്റെ കുഞ്ഞിനെ രക്ഷിക്ക്. എനിക്ക് പേടിയോ. വേഗം വരാതെ, വേഗം വാ. മഹാദേവൻ ശോഭയെ കൊല്ലുന്നത് കണ്ട് ഏക സാക്ഷി ഞാനായിരുന്നു. ഞാൻ ജീവിച്ചിരുന്നാൽ സത്യങ്ങൾ വെളിപ്പെടുമെന്ന് കരുതി അയാൾ എന്നെ പിന്തുടർന്നു. ഞാൻ ആകെ ഭയന്നു. ഒടുവിൽ ഹോസ്റ്റലിൽ നിന്ന് കൈക്കുഞ്ഞുമായി ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ ഈ കുഞ്ഞ് ഒരു ചോദ്യചിഹ്നമായി നിന്നു. അങ്ങനെ എനിക്ക് വന്ന വിവാഹാലോചനകൾ പോലും തുടങ്ങി. എന്റെ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ കുഞ്ഞിനെ ശോഭ വളർന്ന അനാഥാലയത്തിൽ ഏൽപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ മദറിനെ കണ്ടു. ശോഭയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നും സ്വീകരിക്കാൻ തയ്യാറാണെന്നും അറിഞ്ഞപ്പോ ഈ കുഞ്ഞിനൊരു അവകാശം ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. അപ്പോഴാണ്
മഹാദേവൻ ശോഭയുടെ അച്ഛൻ്റെ അടുത്ത് ഉണ്ടെന്നുള്ള വിവരം മദർ പറഞ്ഞത്. മഹാദേവനല്ല ഇവിടെ വന്നിരിക്കുന്നെന്ന് മനസ്സിലായപ്പോ ബാലുവിന് അയാൾ തന്നെയാണോ പറഞ്ഞയച്ചതെന്ന് ഞാൻ സംശയിച്ചു. നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞത്. ബാലു, എല്ലാം തുറന്നു പറഞ്ഞ് ഈ കുഞ്ഞിനെ എനിക്കിവന്റെ മുത്തശ്ശനെ ഏൽപ്പിക്കണം. എല്ലാം അറിയുമ്പോ ആ മനസ്സ് വേദനിക്കുമെന്നറിയാം. എന്നാലും പറഞ്ഞേ പറ്റൂ. അതിന് ബാലു എന്നെ സഹായിക്കണം. മാണിക്യമംഗലത്ത് അച്യുതൻ നായരെ ഇറങ്ങി വാ. അതിബുദ്ധിമാനായ അച്യുതൻ നായർക്ക് പറ്റിയ അവളി ഈ നാട്ടുകാരും കൂടി ഒന്ന് അറിയട്ടെ. നിങ്ങളുടെ ശിങ്കിടി അടിപിടി മേനെ കൂടി വിളിക്കേ. മോളാണെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന ആ നാടകക്കാരി കള്ളിയെ ഇറക്കി വിടുക്കള്ള മേനോനെ. മോളെ മരുമകനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ എന്നെ ഇവിടുന്ന് കഴുത്തിൽ വിളിച്ച് പുറത്തിറക്കിയില്ലേ? വിളിച്ച് ചോദിക്ക്, അവരാരാണെന്ന് പറഞ്ഞു തരും. വാ പൂട്ടാ, നന്ദി കെട്ട നായെ. നന്ദി കെട്ടവൻ ഞാനല്ല, എന്റെ കൂടെ നിഴല് പോലെ ചുറ്റിപ്പറ്റി ഒരുത്ത നടക്കത്തില്ലേ ജൂദാസ്. നന്ദി കെട്ടവൻ. പരമേശ്വര, മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ എന്നെ മര്യാദ പഠിപ്പിക്കട്ട. പഠിപ്പിച്ച് അളിയെ ഒരു വഴിയാക്കില്ലേ തന്നെ ഞാൻ. നിർത്ത്. ഇവിടെ ഇങ്ങനൊരു സീൻ ഉണ്ടാക്കാനല്ല ഞാൻ വന്നത്. എന്റെ ഭാര്യയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു അവളുടെ അച്ഛനെ ഒന്ന് കാണുക എന്നുള്ളത്. നിങ്ങൾ ആരാ? ഞാൻ മഹാദേവൻ. മരിച്ചുപോയ നിങ്ങളുടെ മകൾ ശോഭയുടെ ഭർത്താവ്. എന്റെ കുഞ്ഞാണ് ഇവിടെ ഉള്ളത്. കോടീശ്വരനായ അച്യുതൻ നായരുടെ സ്വത്ത് മോഹിച്ചല്ല ഞാൻ വന്നത്. എന്റെ കുഞ്ഞിനെ കാണാനും അവനെ തിരിച്ചു കൊണ്ടുപോകാനുമാ. 1 വർഷമായി ഞാൻ എന്റെ മോനെ പിരിഞ്ഞിട്ട്. അന്നു മുതൽ ഞാൻ അനുഭവിക്കുന്ന വേദന അതൊരച്ഛന് മാത്രമേ മനസ്സിലാകൂ. പ്ലീസ്, എനിക്കെന്റെ മോനെ തരൂ. ഇല്ല, ഞാനിത് വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം ഇവന്റെ വേലയാ. എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി ഈ തെണ്ടി കണ്ടുപിടിച്ച വേലയാ. ഞാൻ അടിച്ചിറക്കണോ അതോ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പുറത്തു പോകുന്നോ? എല്ലാവരും കൂടിയാ? അല്ല, അത് നിങ്ങൾക്കിപ്പോ വേണമെങ്കിൽ എന്നെ ഇവിടെ നിന്ന് തള്ളിയിറക്കാം. പക്ഷെ ഒരു അച്ഛനിൽ നിന്ന് മകനെ ആറ്റി നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ വീണ്ടും പറയുന്നു, എന്റെ ശോഭയുടെ കുഞ്ഞാണ് ഇവിടെ ഉള്ളത്. സംശയം ഉണ്ടെങ്കിൽ അവളെ വിളിക്കേ. ആ രാധേ. ഇയാളെ നിനക്കറിയാവോ? മോളേക്ക് വന്നേ. ഈ കേട്ടത് ശരിയാണോ? രാധേ, എന്നെ ഇത്രയ്ക്ക് ദ്രോഹിക്കാൻ ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ഒരു ഭാര്യയും കുഞ്ഞുമുള്ള എന്നെ നീ സ്നേഹിച്ചപ്പോ ആ നിരസിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? നീ എന്നെ ചേർത്ത് പറഞ്ഞ ഇല്ലാ കഥകൾ കേട്ട് എന്റെ ശോഭ ആത്മഹത്യ ചെയ്തു. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ആശ്വാസം എന്റെ മോനായിരുന്നു. അവനെയും നീ തട്ടിയെടുത്തു. വിശ്വസിക്കരുത്, ശോഭ കൊന്നത് ഇയാളാണ്. ഇപ്പോഴും നിനക്ക് എന്നോടുള്ള പക തീർന്നില്ലേ? എന്റെ ശോഭയെ ഞാൻ കൊന്നോ? നിനക്ക് ഭ്രാന്താണ്. ഇയാള് പറഞ്ഞത് സത്യമാണോ? നീ എന്റെ ശോഭമോളല്ലേ? എനിക്കറിയാം, ആരെന്തും പറഞ്ഞോട്ടെ, നീ എന്റെ ശോഭമോളാണെന്ന് ഈ കുഞ്ഞിന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. ദൈവാധീനം കൊണ്ട് എനിക്ക് കിട്ടിയ പുണ്യമാണ് നീ എന്ന് ഞാൻ കരുതി. വേണ്ടായിരുന്നു, ഇത്രയും വേണ്ടായിരുന്നു. ഒരക്ഷരം മിണ്ടരുത്. എന്റെ ശോഭമോളെ കൊല്ലിച്ചവളാ നീ. ഇതാ നിങ്ങളെ കുഞ്ഞ്.
സ്നേഹിച്ചു കൊതിത്തീരും മുമ്പേ ഞാനിവിടുന്ന് പിന്നെ ഉടനെ കൊണ്ടുപോകുന്നത് അച്ഛന് താങ്ങാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. നാളെ ഞാൻ വരും എന്റെ മോനെ കൊണ്ടുപോകാൻ. വരട്ടെ. മിസ്റ്റർ മഹാദേവൻ, അഭിനയം വളരെ നന്നായി. പക്ഷെ വിജയിച്ചു എന്ന് കരുതണ്ട. നിന്റെ ഈ കള്ളക്കഥകളൊക്കെ ഒരാളെ മാത്രമേ നിനക്ക് വിശ്വസിപ്പിക്കാൻ കഴിയൂ. സത്യമറിയാവുന്ന വേറെയും ചിലരിവിടെ ഉണ്ട്. സത്യത്തിൽ ബാലഗോപാലനോട് എനിക്ക് സഹതാപം തോന്നുന്നു. ഈ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ എന്റെ പേരിൽ തന്നെ വേണമായിരുന്നോ ഈ ആൾമാറാട്ടം? അച്യുതൻ നായരെ നീ കൊന്നാൽ പിടിക്കപ്പെടുന്ന ഡ്യൂപ്ലിക്കേറ്റ് മഹാദേവനല്ല, ഈ ഞാനായിരിക്കും. തോട്ടിക്ക് പോകരുത്. ഇവൻ എന്റെ മരുമോനാ. അയാൾ പറഞ്ഞതൊന്നും വിശ്വസിക്കരുത്. മതി, ഒരുപാട് കഥകൾ കേട്ട് കഴിഞ്ഞു. ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിർണയിക്കണം. അച്ചുവേട്ടൻ എന്തായി പറയുന്നത്? സത്യങ്ങളല്ല ഇവർ എന്നോട് പറഞ്ഞിരുന്നതാണ്. അപ്പൊ നീ കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നല്ലേ? എന്തായിരുന്നടാ അതിന്റെ ഉദ്ദേശം? സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ നിന്നെ ഞാൻ കരുതിയിരുന്നത്. ഇറങ്ങിപ്പോടാ എന്റെ മുമ്പിൽ നിന്ന്. എല്ലാം മറച്ചു വെച്ചെന്നെ കബളിപ്പിക്കായിരുന്നു. അതെ, മറച്ചു വെക്കേണ്ടി വന്നു. മകള് മരിച്ചു എന്നറിഞ്ഞാൽ അച്ചുവേട്ടൻ എന്തെങ്കിലും സംഭവിക്കുന്നു കരുതി ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷേ എന്നെ വിശ്വസിക്കണം, ഇവര് നിരപരാധികളാണ്. നിരപരാധികളാണ് പോലും ഈ പറയുന്ന വിശ്വസിക്കാനേ ഞങ്ങളത്ര മണ്ടന്മാരൊന്നുമല്ലോ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നോ അതോ ഞങ്ങൾ അടിച്ചിറക്കണോ? അത് പറയാൻ താനാരാ? നീ കൂടുതൽ സംസാരിക്കണ്ട, ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. ശരി, ഞാൻ പോവാം. എനിക്ക് വിഷമമൊന്നുമില്ല. ഇത്രയും വലുതല്ലെങ്കിലും എനിക്ക് കൊണ്ടൊരു വീട്. ഇവരവിടെ ഉണ്ടാവും. ഇവരുടെ സത്യം എന്തെങ്കിലും മനസ്സിലാക്കുമ്പോ അച്ചുവേട്ടൻ അങ്ങോട്ട് വരാം. വാ.